ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. നമുക്കിന്ന് ഈസി ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. അപ്പം ഇന്നും റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള ഒരു ബിരിയാണി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഇറച്ചി ഒന്നും ചേർത്തിട്ട് കോഴിമുട്ട ആണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണിയുടെ റെസിപ്പി ഉണ്ട്. അപ്പോൾ അതും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലൈക്കും കൂടെ തരാൻ വേണ്ടിയിട്ട് മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ എളുപ്പമാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതന്നെ നമുക്ക് രാവിലത്തെ ചായയുടെ കടിയായിട്ടും മക്കൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കും. അത്രയും ടേസ്റ്റിയാണ് കേട്ടോ. ലഞ്ച് ബോക്സ് കാലിയാക്കി തന്നെ അവർ കൊണ്ടുവരും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള റൈസ് ഇതാ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ റൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ അല്ലെങ്കിൽ റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ 2 സവോള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് അതൊന്ന് കൈ വെച്ചിട്ടൊന്ന് ഞെരടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കൈ കൊണ്ടൊന്ന് ഞെരടി വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു സവോളൊക്കെ നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അത് നമുക്ക് വഴറ്റിയെടുക്കുമ്പോൾ എളുപ്പമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിതാ വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലും ഒരു ലേശം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ആയിട്ട് ചെയ്യണില്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു നെയ്ച്ചോറുണ്ടല്ലോ, അത് മുഴുവനും ഞാൻ ഇതുപോലെ ഒരു ബിരിയാണി ആക്കി എടുക്കുന്നില്ല. ലേശം നെയ്ച്ചോറാക്കിയിട്ട് അവിടെ വെക്കുന്നുണ്ട്, നമുക്ക് കറി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാനിതാ നമ്മൾ ആ ഒരു റൈസ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഞാൻ നെയ്യ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏലക്ക, ഗ്രാമ്പ്, പട്ട ഇതെല്ലാം ഞാൻ ആ ഒരു റൈസിൽ ചേർത്തതിൻ്റെ പേരിൽ തന്നെ ഇതിൽ ഞാൻ നെയ്യ് ചേർക്കുന്നില്ല. ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്കിതിൽ ഗരം മസാലയുടെ പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ വേറെ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോള നന്നായിട്ട് തന്നെ വഴന്ന് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആദ്യം തന്നെ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആദ്യം നമുക്ക് സവോള ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഈ ഒരു ചോറ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മതി മസാലയുടെ അളവൊക്കെ എടുക്കൽ കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് റൈസ് ഉണ്ടാക്കുന്ന രീതിക്കാണ്. അപ്പോൾ ഈ ഒരു സവാള അതാ ജസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്താണ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കണ്ട. നമുക്ക് ഈ ഒരു പച്ചമുളക് ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോവാത്ത രീതിയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചേർത്തത്. സവാള ഒന്ന് നല്ലോണം ഒന്ന് വഴന്ന് വന്നതിൻ്റെ ശേഷം പച്ചമുളക് ചേർത്തത് കേട്ടോ. ആ ഒരു പച്ചമുളകിൻ്റെ ആ ഒരു പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു റൈസിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു മുളക് ലാസ്റ്റാണ് ചേർത്തത്. ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി നല്ലോണം പഴുത്ത തക്കാളി ആണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. നമ്മുടെ ഈ ചോറിന് ചെറിയൊരു പുളിപ്പൊക്കെ കിട്ടണമെങ്കിൽ ഒന്ന് പഴുത്ത തക്കാളി എടുക്കാം. അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് തക്കാളിയും കൂടി നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓയിലാണ് ചേർത്തത് എന്ന് പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾക്ക് നെയ്യ് താല്പര്യമാണ് വേണ്ടുവെച്ചെങ്കിൽ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകുന്നതിൻ്റെ പേരിലാണ് ഒത്തിരി നെയ്യുടെ ഇത് ഉണ്ടാവേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ മക്കൾക്ക്. തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഒരു സമയം നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് 1 ടീസ്പൂൺ, രണ്ടും കൂടിയിട്ട് 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ ചെറിയ അളവിലാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചച്ചവ മാറുന്നത് വരെ നമുക്കിത് അതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതാ മസാല നമുക്കിത് ഈ ഒരു ഉള്ളിയുടെ ഒക്കെ ഒരു മസാല ഉണ്ടല്ലോ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വഴറ്റിയതെല്ലാം കൂടിയിട്ട് നമുക്ക് ആ ഒരു പാനിൻ്റെ ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ട് നമുക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ 2 കോഴിമുട്ടയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഒരു ഇത്തിരി ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒഴിച്ചത് വളരെ കുറച്ച് ഓയിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് 2 കോഴിമുട്ടയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം താല്പര്യമുണ്ട് അത്രയും ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒരു കോഴിമുട്ട ഉള്ളെങ്കിൽ അത് തന്നെ മതിയാകും കേട്ടോ. നമ്മൾ ഒത്തിരി പീസ് പോലെ അല്ല കേട്ടോ ഇത് ചിക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കോഴിമുട്ട എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതാ 2 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു റൈസിലേക്ക്. ആ ഒരു കോഴിമുട്ട കൂടെ ചേർത്തിട്ട് ഇതാ നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു ഉള്ളി മസാലയും അതുപോലെ തന്നെ ഈ കോഴിമുട്ട ചിക്കിയതും കൂടിയിട്ട് നമുക്ക് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൽ കോഴിമുട്ട ഇല്ലയെന്നുണ്ടെങ്കിലും ഈ നമ്മൾ ചെയ്തത് ആ കോഴിമുട്ട ചേർക്കുന്ന ഭാഗം ഒഴിവാക്കിയിട്ട്
ബാക്കി ഇതുപോലെ ചെയ്താലും അടിപൊളിയാണ് കേട്ടോ. ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും. മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവേ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ആ ഒരു മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്, അത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് കുറഞ്ഞ അളവിൽ പൊടികൾ ചേർക്കാം. ഒരു 2-3 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പൊടികൾ കരിഞ്ഞു പോവുകയൊന്നും ചെയ്യരുത്. ആ ഒരു പൊടി ഒന്ന് മൂത്ത് കിട്ടുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ട് ആ ഒരു റൈസ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ മുഴുവനും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ ഈ ഒരു നെയ്ച്ചോറ് കണ്ടോ, ഒരു വറ്റിൻ്റെ മേലെ ഒട്ടിപ്പിടിച്ചിട്ട് പോലുമില്ല. നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു റൈസ് റെഡിയാക്കിയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ആ ഒരു മസാലയ്ക്ക് പാകമായിട്ടുള്ള റൈസ് ഞാനിതാ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു റൈസിൻ്റെ മുകളിൽ നമുക്ക് ആ ഒരു മസാല നന്നായിട്ട് പിടിക്കണം. എരിവും പുളിയും ഉപ്പും ഒക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ എല്ലാം നന്നായിട്ട് പിടിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് ഞാനിതാ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്തിട്ട് 2 സെക്കൻഡോ 2 മിനിറ്റോ ഒന്നും കൂടെ മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. 1 മിനിറ്റ് മതിയാകും, അല്ലെങ്കിൽ 1 മിനിറ്റിൻ്റെ അടുത്ത് മതിയാകും കേട്ടോ മൂടി വെച്ച് കൊടുക്കൽ. നമുക്കിതാ റൈസൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതാ ഒന്നും കൂടെ മിക്സ് ചെയ്ത് ഇനി നമുക്കിത് ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ സമയം പിന്നാലെ മൂടി വെച്ചിട്ടില്ല കേട്ടോ. മോൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ളതിൻ്റെ പേരിലാണ്. അപ്പോൾ നമുക്ക് രാവിലത്തെ ജോലിയും എളുപ്പമാക്കാം കേട്ടോ. ഇതുപോലെ ജോലിക്ക് പോകുന്നവർ അമ്മമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കാണെങ്കിലും എളുപ്പമാണ്. ഇങ്ങനെ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ലഞ്ച് ബോക്സിലും അതുപോലെ തന്നെ മക്കൾക്ക് ലഞ്ച് ബോക്സിലും കൊണ്ടുപോകാം. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തും അവർക്കിത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഇഷ്ടത്തോടെ തന്നെ കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ പപ്പടം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പപ്പടം, അച്ചാറും അങ്ങനെയൊക്കെ കൂട്ടിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതാ തൈരും അതുപോലെ തന്നെ സവോളയും കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെയാണെങ്കിലും അടിപൊളിയാണ്. പപ്പടം കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. നമ്മളെ ചാനലിൽ ഒത്തിരി ഇതുപോലെ ഈസി ആയിട്ടുള്ള ലഞ്ച് ബോക്സ് റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് തരാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടിയിട്ട് മറക്കല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ആക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.